ഉടുപ്പ് മാറുന്ന പോലെ പേരും സ്വഭാവമൊക്കെ മാറ്റാൻ ഇവറ്റകൾക്കറിയില്ല. ഐ എം സോറി സർ, ഐ കാൻ ഡു നത്തിങ്. സരസമ്മേ, കണ്ടോ സാർ, അതാണ് ഈ നായികയുടെ യഥാർത്ഥ പേര്. നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് തിരിച്ചു വരൂ സരസമ്മേ. അങ്ങനെ പല പല പേരുകളുണ്ട്. എന്ത് പേരിടണമെന്ന് രേണുവിന് തന്നെ ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ രേണു എന്ത് ചെയ്തെന്നറിയോ, പഴയ പേരിലേക്ക് തിരിച്ചു പോയി. അതാണല്ലോ നല്ലത്. ഈ പേര് മാറ്റാനുള്ള പല കാരണങ്ങളുണ്ട്. നാട്ടുകാർ പല പേരും പറയുന്നതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇനി എന്താ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ, വിവാഹമൊക്കെ ആയോ? എന്ത് നമ്മുടെ സ്വന്തം പേര് തന്നെയാണല്ലോ രേഷ്മ പി തങ്കച്ചൻ. അപ്പം ഇനിയിപ്പോൾ ആരെ കിട്ടിയാലും ആ പേര് തന്നെ തുടർന്നുകൊണ്ട് പോയാൽ പ്രശ്നമില്ല. ഇതിപ്പോൾ പേരും ഓരോന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ സുധിച്ചേട്ടൻ്റെ പേരെടുത്ത് രേണു സുധി എന്ന പേരിൽ മിന്നിത്തിളങ്ങിയത്. കോൺഫിഡൻസ് കൊടുക്കണം തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ പൈസ അല്ല, സബ്സ്ക്രിപ്ഷൻ്റെ പൈസ അല്ല രേണു. ബിസിനസ്സേ, അധ്വാനിക്ക് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് അത് കൊടുക്ക്. അല്ലെങ്കിൽ ഇനോഗ്രേഷൻ അല്ലേ, അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് ഇത്ര എമൗണ്ട് ആണ് എന്ന് പറഞ്ഞാൽ ആ പൈസ കൊടുക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിബിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പേരുമാറ്റൽ ചടങ്ങൊക്കെ നടന്നു കേട്ടോ. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. നിങ്ങളിൽ കുറച്ച് പേരൊക്കെ അറിഞ്ഞാണോ? എന്നാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാതിന് മുമ്പായിട്ട് ഗുരുമന്ത്ര അപ്ഡേറ്റ് ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവും. വിഷു ഓഫർ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വീഡിയോ ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാകും. പേരിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞു ഒരാളുടെ. സോഷ്യൽ മീഡിയയിൽ അത് മൊത്തത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കട്ടെ. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് ഉപകാരപ്പെട്ടേക്കാം. ഈ കാണുന്ന നമ്പറിൽ, ഈ നമ്പറിലേക്ക് വിളിക്കുക. പ്ലസ് ടു കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കൗൺസിലിംഗ് എജു നാവിഗേറ്റർ നൽകുകയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. കേരളത്തിന് പുറത്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരും. നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള കൗൺസിലിംഗ് ആയിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ പേരുമാറ്റൽ ചടങ്ങാണ് കേട്ടോ. ഇന്നലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ 2-3 കാരണങ്ങളുണ്ട്. ഇന്ന് എനിക്കൊരു രാവിലെ ഒരു മെസ്സേജ് വന്നിട്ടോ. ആ മെസ്സേജ് ആ ചേച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. അർപ്പിത പൊന്നൂസ് എന്നാണ് ആ ചേച്ചിയുടെ പേര്. ഭയങ്കര സന്തോഷമുണ്ട് ആ ചേച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ. എനിക്ക് കരച്ചിൽ വന്നു കേട്ടോ. അത്രയും ഭയങ്കര സന്തോഷം. ആ ചേച്ചിയുടെ പേര് എനിക്ക് ചാനലിലൂടെ പറയണം തോന്നി. എന്തായാലും താങ്ക്സ് ചേച്ചി. ചേച്ചിയുടെ വാക്കുകൾക്കും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. ഇന്നലെ പേരുമാറ്റൽ ചടങ്ങൊക്കെ കഴിഞ്ഞു കുറച്ച് പേരുടെ. സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരമായ രണസുധി അങ്ങനെ പല പല പേരുകളുണ്ട്. എന്ത് പേരിടണമെന്ന് രേണുവിന് തന്നെ ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ രേണു എന്ത് ചെയ്തെന്നറിയോ, പഴയ പേരിലേക്ക് തിരിച്ചു പോയി. അതാണല്ലോ നല്ലത്. നമ്മൾക്ക് നല്ല പേരുള്ളപ്പോൾ എന്തിനാ നമ്മൾ മറ്റു പേരുകൊണ്ട് നടക്കുന്നതേ? ഉടുപ്പ് മാറുന്ന പോലെ പേരും സ്വഭാവമൊക്കെ മാറ്റാൻ ഇവറ്റകൾക്കറിയില്ല. സരസമ്മേ, കണ്ടോ സാർ, അതാണ് ഈ നായികയുടെ യഥാർത്ഥ പേര്. അവരുടെ സ്വന്തം പേരിലേക്ക് തിരിച്ചു പോകാൻ പറയൂ സാർ. Really? സരസമ്മ, വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ഈ പേരുണ്ടായിട്ടാണോ സരസമ്മ പട്ടിയുടെ പേരുമായിട്ട് നടക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് തിരിച്ചു വരൂ സരസമ്മേ. നമ്മുടെ സ്വന്തം പേരുള്ളപ്പോൾ നമ്മൾ എന്തിനാ വല്ല പേരുകൊണ്ട് നടക്കുന്നത്? സ്വന്തം പേരിലേക്ക് തിരിച്ചു വരൂ രേണു എന്ന് പറഞ്ഞാൽ രേഷ്മ പി തങ്കച്ചൻ എന്ന പേരിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ബ്ലൂടിക്ക് കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ആർക്കൊന്നും കിട്ടുന്നില്ല. വലിയ സെലിബ്രിറ്റികൾക്കൊക്കെ മാത്രമേ ബ്ലൂടിക്കൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ പൈസ കൊടുത്താൽ എന്തൊക്കെയോ ഒരിടക്ക് കിട്ടുന്നുണ്ടായിരുന്നു, എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. രേണു സുധിക്ക് കഴിഞ്ഞ ദിവസം ബ്ലൂടിക്ക് കിട്ടി. രേണു സുധി ആകെ ഭയങ്കര ഹാപ്പിയാണ്. ആ സന്തോഷത്തിൽ രേണു തരുന്നു പേരൊക്കെ അങ്ങോട്ട് മാറ്റി. ഇനി ഒരുത്തൻ്റെ പേരെനിക്ക് വേണ്ട, എനിക്കെൻ്റെ സ്വന്തം പേരുണ്ട്. ബ്ലൂടിക്ക് കിട്ടിയില്ലേ, ഇനി എനിക്ക് എൻ്റെ സ്വന്തം പേരിൽ വരാമല്ലോ. കാരണം രേണുവിൻ്റെ ഫേസ് ഫെമിലിയറായി. രേണുവിൻ്റെതായ പേര് കിട്ടിക്കഴിഞ്ഞു. എന്ത് പേര്? അതെന്ത് പേരെങ്കിലും ആയിക്കോട്ടെ, രേണുവിൻ്റെ പേര് കിട്ടി. അപ്പോൾ ഇനി രേണുവിന് ഒരാളുടെയും പേരൊന്നും ആവശ്യമില്ല. രേണു സ്വന്തം പേരിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. അങ്ങനെ ഇന്നലെ പേരിൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഈ പേര് മാറ്റാനുള്ള പല കാരണങ്ങളുണ്ട്. നാട്ടുകാർ പല പേരും പറയുന്നതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇനി എന്താ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ, വിവാഹമൊക്കെ ആയോ? ചിലപ്പോൾ ആയിരിക്കാം. ഇനിയിപ്പോൾ രേണു സുധി എന്നുള്ളൊരു പേര് കൊണ്ടുപോയി നടന്നിട്ട് അവസാനം വിവാഹം കഴിച്ചു കഴിയുമ്പോൾ പേര് മാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ല. ഇനി സ്വന്തം പേരിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര വിവാഹം കഴിച്ചാൽ, ഇനിയിപ്പോൾ വിവാഹം മുന്നോട്ട് കഴിച്ചാലും കുഴപ്പമില്ലല്ലോ. എന്ത് നമ്മുടെ സ്വന്തം പേര് തന്നെയാണല്ലോ രേഷ്മ പി തങ്കച്ചൻ. അപ്പോൾ ഇനിയിപ്പോൾ ആരെ കിട്ടിയാലും ആ പേര് തന്നെ തുടർന്നുകൊണ്ട് പോയാൽ പ്രശ്നമില്ല. ഇതിപ്പോൾ പേരും ഓരോന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ സുധിച്ചേട്ടൻ്റെ പേരെടുത്ത് രേണു സുധി എന്ന പേരിൽ മിന്നിത്തിളങ്ങിയത്. ഇനിയിപ്പോൾ തിളങ്ങുള്ളപ്പോൾ ഒരു പോളിഷ് ചെയ്ത് കൊണ്ട് നടന്നാൽ മതിയല്ലോ. കാരണം രേണു സുധി എന്ന് പറഞ്ഞൊരു പേര് എല്ലായിടത്തും എത്തി. ഇനിയിപ്പോൾ രേണു സുധി അല്ല, ഞാൻ ഇന്നത്തെ പേരിലേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് പേരിലേക്ക് പോയി. അപ്പോൾ ഇനി ആരെ കിട്ടിയാലും എന്ത് പറഞ്ഞാലും
ഓക്കെ, അടിപൊളി, നല്ല ബുദ്ധിയുണ്ട് കേട്ടോ, ഭയങ്കര ബുദ്ധിയാട്ടോ രേണുവിന്. പക്ഷെ എല്ലാം കനഷ്ടാന്നുള്ളൂ. ഇപ്പം പക്ഷേ ഇത് കനഷ്ടമല്ല, സ്വന്തം പേരിലൊക്കെ തിരിച്ചു പോകുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ രേണുസുതി, അയ്യോ ഇനിയിപ്പോൾ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയണോ അല്ലേ, രേണുസുതി എന്നൊക്കെ പറഞ്ഞേ. ഇനി രേഷ്മ പി തങ്കച്ചൻ, ഞാൻ അങ്ങനെ വിളിക്കാറില്ല, ഞാൻ രേണുസുതി തന്നെയല്ലേ വിളിക്കാറ്. പലരും പല പേര് വിളിക്കുന്നുണ്ട് രേണുവിനെ. അപ്പോൾ രേണുവിനെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, ഇനി ഇതാണ് എൻ്റെ ശരിക്കുള്ള പേര്, അങ്ങനെ ശരിക്കുള്ള പേരിലേക്ക് തിരിച്ചു പോയതാ. ഇപ്പം എനിക്ക് കൺഫ്യൂഷനായി, ഇനി രേണുസുതി എന്നുള്ളത് രേഷ്മ എന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ രേഷ്മ എന്നൊക്കെ പറയുമ്പോൾ എന്തോ പോലെ ഉണ്ട് കേട്ടോ, രേണുസുതി എന്ന് പറഞ്ഞേ. അപ്പോൾ രേഷ്മ പി തങ്കച്ചൻ എന്ന് ബ്ലൂ ടിക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്, ബ്ലൂ ടിക്ക്. നൈസ്. ഇപ്പോൾ എന്താ പേര് പോയത്, ഒന്നില്ലെങ്കിൽ വേറെ വിവാഹം കഴിക്കാൻ പോകുന്നുണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ നാട്ടുകാരൊക്കെ പല പേരല്ലേ വിളിക്കുന്നത്. അപ്പോൾ രേണുവിന് തന്നെ കൺഫ്യൂഷനായിട്ട് സ്വന്തം പേരിലേക്ക് തിരിച്ചു പോയതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സുധിച്ചേട്ടൻ്റെ മോനായിട്ടുള്ള കിച്ചു പണി കൊടുത്താണോ, എൻ്റെ അച്ഛൻ്റെ പേര് മൊത്തം മാറ്റിച്ചിട്ട് ഇനി എൻ്റെ അച്ഛൻ്റെ പേര് പറയരുത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും രേഷ്മ പി തങ്കച്ചൻ ഇപ്പോൾ ബ്ലൂ ടിക്കൊക്കെ കിട്ടി. ഇപ്പോൾ ഒന്ന് ദാനമൊക്കെ ചെയ്യാൻ പോകണം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ല, ഇന്നത്തെയാണോ ഇതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ. ആൾക്ക് കിട്ടുന്ന ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു 2300 കൂടുതൽ, 2500ഓളം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നിലവിൽ. അപ്പോൾ 100-150 രൂപയ്ക്കുള്ളൂ, നിസ്സാര എമൗണ്ടാണ്. അങ്ങനെ നോക്കുകയാണ്, നിസ്സാര എമൗണ്ട് ആണെങ്കിലും കൗണ്ട് കൂടുതലുണ്ട്. അപ്പോൾ ഒരു മാസം മിനിമം കണക്ക് കൂട്ടുമ്പോൾ 4,50,000 രൂപ ഈ 2,500 കണക്ക് കൂട്ടിയാൽ തന്നെ ഉണ്ടാകും. 2,300 കണക്ക് കൂട്ടി തന്നെ 4,50,000 രൂപയാണ് രേണുവിന് ഈ മാസം 28-ാം തീയതി കഴിയുമ്പോൾ കിട്ടാൻ പോകുന്നത്. പക്ഷേ ഈ പൈസ രേണു എടുക്കില്ല കേട്ടോ, രേണു ദാനം ചെയ്യാൻ പോവാണ്. ഓർഫനേജിൽ തൊട്ടടുത്തുള്ള ഒരു ഓർഫനേജ് ഉണ്ട്, ആ ഓർഫനേജിൽ കൊടുക്കാൻ പോവാതെ. ഈ സബ്സ്ക്രിപ്ഷന്റെ പൈസ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഒരു അനാഥാലയത്തിൽ ചെന്ന്, ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് അനാഥാലയത്തിൽ ചെന്ന് അവർക്ക് അത് അനാഥാലയത്തിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യും. അതല്ലാണ്ട് കുറച്ച് പൈസ അവരുടെ കൊടുത്തിട്ട് പറയും ഇത് അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ പറയും. എൻ്റെ പൊന്നു രേണു അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണോ? ഇതൊരു അധ്വാനമാണല്ലേ. അധ്വാനിച്ചല്ല, എന്താ പറയുക, ബിഗ് ബോസിൽ പോയിട്ട് കിട്ടിയ പൈസയോ അല്ലെങ്കിൽ ഇനോഗ്രേഷനിൽ പോയിട്ട് കിട്ടിയ പൈസയോ എന്നല്ലല്ലോ, ഇത് എങ്ങനെ ഉണ്ടാക്കിയ പൈസയാണ്. അതാ പറയണേ, പൈസക്ക് വിലയുണ്ട്, തീർച്ചയായിട്ടും പൈസക്ക് വിലയുണ്ട്. പക്ഷേ ഉണ്ടാക്കുന്ന പൈസ നേരാവണ്ണം ഉണ്ടാക്കിയതായിരിക്കണം. അല്ലാണ്ട് ശരീരഭാഗങ്ങൾ അവിടെ ഇവിടെയും കാണിച്ച് അത് എൻ്റെ കയ്യിൽ ഉണ്ടാകും കേട്ടോ. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനലിൽ 150 രൂപ നിങ്ങൾ കൊടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാം കേട്ടോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയ പൈസ ആർക്കാണ് രേണു കൊടുക്കാൻ പോകുന്നത്, ആരാ സ്വീകരിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഓർഫനേജ് സ്വീകരിക്കും? ഒരിക്കലും സ്വീകരിക്കില്ല. അതിനല്ല അപ്പുറം ഒരു ബിഷപ്പിനെ സഹായം തന്ന രേണു ഇതുപോലെ ഇപ്പോൾ ഭയങ്കര ആഗ്രഹിച്ച് സഹായം ചെയ്യാൻ കൊടുക്കുന്നുണ്ടല്ലോ. കൊടുക്കൂലെന്ന് നമുക്ക് ദൈവത്തിന് അറിയാം. ഓക്കെ, കൊടുക്കട്ടെ. അപ്പോൾ ഇതേപോലെ രേണുവിനെ സഹായിച്ച ഒരാളുണ്ട്, ബിഷപ്പ്. അദ്ദേഹത്തെ എന്തൊക്കെയാണ് രേണുസുതി വന്നിട്ട് വിളിച്ച് പറഞ്ഞത്? ആ പാപമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഇത് ചെയ്യുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ രേണുസുതിയുടെ കയ്യിൽ നിന്നും ആരെങ്കിലും ഈ പൈസ മേടിക്കുമോ? എനിക്കറിയില്ല മേടിക്കുമോയെന്ന്, അത്രയ്ക്ക് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എന്തും കാണിച്ച് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പൈസ വീട്ടിൽ വെക്കണം, വീട്ടിലുള്ള കുടുംബത്തുള്ളവർക്ക് കൊടുക്കണം. കുടുംബത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇമാതിരി തോന്നിയാസം കാണിച്ചുകൊണ്ട് വീഡിയോ ഇട്ടത്, ഇതൊക്കെ പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പ്രദർശനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ, ഈ പൈസയൊക്കെ ഇങ്ങനെ അഭിമാനത്തോട് കൂടിയിട്ട് വിളിച്ച് പറയാൻ പാടില്ല. സബ്സ്ക്രിപ്ഷൻ ചെയ്ത പൈസ ഞാൻ ഇങ്ങനെ കൊടുക്കും എന്നുള്ളത് വിളിച്ച് പറയാനുള്ള ഒരു അന്തസ്സല്ല. ഒരു ബിസിനസ് ചെയ്യും, എന്നിട്ട് ആ പൈസ കൊടുക്ക്, ബിസിനസ് ചെയ്യും, എന്നിട്ട് ആ പൈസ കൊടുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇനോഗ്രേഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ. എനിക്ക് ഇവിടെ നിന്ന് കിട്ടി ഇത്ര എമൗണ്ടാണ്, ഈ ഇനോഗ്രേഷൻ പോയപ്പോൾ എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടി. ഇപ്പോൾ ദുബായിലും ഖത്തറിലും അവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ബഹ്റിനിലൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ പൈസ കിട്ടും. അവിടെ എനിക്ക് ഇത്ര എമൗണ്ടാണ് കിട്ടുന്നത് വിളിച്ച് പറയും, എന്നിട്ട് ആ എമൗണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറയും. അന്തസ്സുണ്ട്. ഈ കുറ്റം പറഞ്ഞാൽ എല്ലാവരും രേണുവിനെ കൈയടിക്കും. അല്ലാതെ ഇങ്ങനെ കിട്ടിയ പൈസ ഓർഫനേജിൽ കൊടുക്കുമെന്ന് പറയുന്നത് ഒരു അന്തസ്സുമില്ല രേണു, ഒരു അന്തസ്സുമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. ഇങ്ങനെയുള്ള പൈസ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? പിന്നെ രേണുവിന് ഒരുപാട് കടമുണ്ട്, ഭർത്താവ് ഉണ്ടാക്കിയതാണ്, എന്തോ ആയിക്കോട്ടെ, ആ കടമുണ്ട്, ആ കടം വീട്ടാൻ നോക്ക്. ഒരുപക്ഷെ ഈ വിഷുക്കാലത്ത് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും അവർക്ക്. ഈ കിട്ടുന്ന പൈസ അവർക്ക് കൊണ്ടുപോയി കൊടുത്തെങ്കിൽ അവരുടെ മനസ്സിലെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു ആശ്വാസം മതി നമുക്ക് നല്ലത് വരാനായിട്ട്. അങ്ങനെ വല്ലതും ചെയ്യാൻ നോക്ക്. ഓർഫനേജ് കൊടുക്കണം തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ പൈസയല്ല, സബ്സ്ക്രിപ്ഷൻ്റെ പൈസയല്ല രേണു, ബിസിനസ് ചെയ്യും, അധ്വാനിക്ക് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് അത് കൊടുക്ക്. അല്ലെങ്കിൽ ഇനോഗ്രേഷനല്ലേ, അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് ഇത്ര എമൗണ്ടാണ് എന്ന് പറഞ്ഞാൽ ആ പൈസ കൊടുക്ക്. നമ്മളെല്ലാവരും കൈയടിക്കും, ഞാൻ കൈയടിക്കേണ്ടി വേണം, എല്ലാവരും കൈയടിക്കും.
ഗുരുമന്ത്രയുടെ ആണെങ്കിലും എജു നാവിഗേറ്ററിൻ്റെ ആണെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്. ഗുരുമന്ത്ര എന്ന് പറയുന്നത് എൻ്റെ പുതിയൊരു ബിസിനസ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനത് അഡ്വർടൈസ്മെൻറ്റ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഏറ്റവും അവസാനമാണ് അതിൻ്റെ അപ്ഡേഷൻ ഇടുന്നത്. നോർമൽ വീഡിയോസ് കാണുന്നവർക്ക് അത് കാണാം, ഗുരുമന്ത്രയുടെ സ്കിപ്പ് ചെയ്യാം, നോ ഇഷ്യൂ. ഗുരുമന്ത്രയുടെ വിഷു ഓഫർ നടക്കുകയാണ്. ഈ വിഷുക്കാലം കൂടുതൽ ആത്മീയവും പോസിറ്റീവ് എനർജിയോടും കൂടി ആഘോഷിക്കാൻ ഞാനൊരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 ഓഫറുകളാണ് ഗുരുമന്ത്ര ഈ വിഷുവിന് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഗുരുമന്ത്രയുടെ ആദ്യത്തെ വിഷുവാണ്, അപ്പോൾ അത് ഒട്ടും ചെറുതാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതാ 5 ഓഫറുകളുണ്ട്. റേക്കി എനർജൈസ്ഡ് ആയിട്ടുള്ള 100% ഒറിജിനൽ സ്റ്റോൺ ഉപയോഗിച്ച് തയ്യാറാക്കിയ ബ്രേസ്ലെറ്റുകൾ. ഇത് നിങ്ങൾ നിത്യവും ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. ഇതിലെ ആദ്യത്തെ ഓഫറാണ് മണി മാഗ്നറ്റ്. ഈ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് നമ്മൾ ഇതുവരെ ഓഫറിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അതാ വിഷുക്കാലത്ത് നിങ്ങളുടെ ലൈഫ് കൂടുതൽ അടിപൊളിയാക്കാനായിട്ട്, ഇനി മുന്നോട്ട് നല്ലൊരു വർഷം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട്, പൈസയൊക്കെ അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട് മണി മാഗ്നറ്റ് ആണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മണി മാഗ്നറ്റ് എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് പേർക്ക് അറിയാം. ഗുരുമന്ത്രയിലെ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന അല്ലെങ്കിൽ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്. വെൽത്ത് അട്രാക്ട് ചെയ്യാനും ഇൻകത്തിന്റെ ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാനും വെൽത്ത് അട്രാക്ട് ചെയ്യാനും ബിസിനസ് ഗ്രോത്തിനും കരിയർ സക്സസിനും ലക്ക് അട്രാക്ട് ചെയ്യാനും സക്സസ് അട്രാക്ട് ചെയ്യാനും ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ റേക്കി എനർജൈസ് ചെയ്തിട്ട് ധരിച്ചോളൂ. റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇതെല്ലാം. മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെലനറ്റ് പ്ലേറ്റ് നിങ്ങൾക്ക് ഞാൻ തരുകയാണ്. നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഈ സ്റ്റോൺസിനൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലേറ്റിൽ വെച്ച് ചാർജ് ചെയ്ത് ആ നെഗറ്റീവ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റ്, ഈ സ്റ്റോൺസ് ഉണ്ടല്ലോ, നാച്ചുറൽ സ്റ്റോൺസ് ചാർജ് ചെയ്യാൻ ഒന്നും കൂടി ഒന്ന് പോസിറ്റീവ് എനർജി കൂട്ടി ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലേറ്റ് യൂസ് ചെയ്യാം. ഈ പ്ലേറ്റ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇത് നമ്മുടെ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കരിങ്കാലി ബ്രേസ്ലെറ്റ്, പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന നമ്മുടെ കരിങ്കാലി രുദ്രാക്ഷം സിൽവർ ക്യാപ്പിൽ ചെയ്ത മാല. പുരാതന കാലം മുതൽ പ്രാധാന്യമുള്ള കരിങ്കാലി മാല നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ദൃഷ്ടിദോഷങ്ങളിൽ നിന്നുമല്ല നിങ്ങളെ രക്ഷിക്കാൻ ഈ ഒരു കരിങ്കാലിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതെല്ലാം തരുന്നത്. ഇത് 4ഉം നിങ്ങൾക്ക് ഓഫറിൽ ഞാൻ തരാണ്. ദൃഷ്ടിദോഷങ്ങളോ അല്ലെങ്കിൽ കാര്യതടസ്സങ്ങളോ സമാധാനമില്ലായ്മ അങ്ങനെ പല പ്രശ്നങ്ങളും അലട്ടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അപ്പോൾ ഈ വിഷുക്കാലത്ത് നിങ്ങൾക്കായിട്ട് ഗുരുമന്ത്ര കൊണ്ടുവന്നിരിക്കുന്ന ഓഫറാണ് കരിങ്കാലി ബ്രേസ്ലെറ്റ്. കരിങ്കാലി ബ്രേസ്ലെറ്റിൻ്റെ കൂടെ കരിങ്കാലി മാല സിൽവർ ക്യാപ്പിലാണ്, രുദ്രാക്ഷം ഉണ്ട് കേട്ടോ, 5 മുഖ രുദ്രാക്ഷമാണ്. 5 മുഖ രുദ്രാക്ഷത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാലോ. പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോചിപ്പിക്കാനായിട്ടും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഈ രുദ്രാക്ഷം സഹായിക്കും. എല്ലാവർക്കും ധരിക്കാവുന്ന ഒരു രുദ്രാക്ഷമാണ് 5 മുഖ രുദ്രാക്ഷം. കരിങ്കാലിലും 5 മുഖ രുദ്രാക്ഷത്തിലും സിൽവർ കെട്ടിയുള്ള മാലയാണ് കേട്ടോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സെലനൈറ്റ് പ്ലേറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തരാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഇന്നു മുതൽ വിഷു വരെ നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടാകും. അപ്പോൾ അടുത്ത ഓഫർ നോക്കിയാലോ. അടുത്ത ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 7 ചക്രയാണ്. 7 ചക്ര ബ്രേസ്ലെറ്റ് ഞാൻ അനുമോൾക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോളും അത് അനുമോളുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങിലും അനുമോൾ അത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അനുവിനോട് പറഞ്ഞതും ഇത് തന്നെയാണ്. റേക്ക് എനർജൈസ് ചെയ്തിട്ടുള്ളതാണ്. അനുവിൻ്റെ നല്ല കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറഞ്ഞു. അനു അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാറ് റിസീവ് ചെയ്യാൻ വേണ്ടി പോയ സമയത്തും അനുമോളുടെ കയ്യിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. അനുവിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മുന്നോട്ട് നല്ല നല്ല ഉയരങ്ങളിലേക്ക് ആളെത്തട്ടെ. ആ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അനുമോൾ ഓർത്തുപോയി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഒരു ബ്രേസ്ലെറ്റ് 7 ചക്ര ബ്രേസ്ലെറ്റ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുന്നു, എനർജൈസ് ചെയ്യുന്നു. നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനും മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് നമ്മളെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആക്കാനും നമ്മുടെ മുന്നോട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മളെ മുന്നോട്ട് നയിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് 7 ചക്ര ബ്രേസ്ലെറ്റ്. ഇത് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് ഗുരുമന്ത്ര നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടാതെ രണ്ടാമത്തെ ഓഫറിൽ രണ്ടാമത്തെ പ്രോഡക്ട്സിൽ നമ്മളിതാ
ഇതും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് കരിങ്കാലി ബ്രേസ്ലെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിങ്കാലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പുരാതന കാലം മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു മരമാണ് കരിങ്കാലി. അപ്പോൾ അതിൻ്റെ ബ്രേസ്ലെറ്റുകൾ നമ്മൾ നിത്യവും ധരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി, ദൃഷ്ടിദോഷങ്ങൾ, നമുക്ക് ചുറ്റുള്ള കണ്ണ് എല്ലാം മാറാനായിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോൺ, ഈ ഒരു വുഡ്, ഈ മരം നമ്മൾ ഒരുപാട് സഹായിക്കും. അതിൻ്റെ ബ്രേസ്ലെറ്റ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഈ മാല, കരിങ്കാലി രുദ്രാക്ഷം സിൽവർ കെട്ടിയ മാല. ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു മാലയാട്ടോ. ഈ മാല നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ സെലനൈറ്റ് പ്ലേറ്റ്. നമുക്കിതൊക്കെ പുറത്തോട്ടൊക്കെ പോയി നെഗറ്റീവ്സൊക്കെ നമ്മൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് തോന്നുവാണെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഏക്കില്ല, കാരണം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണല്ലോ, ഈ സ്റ്റോണിനെ ഏക്കത്തുള്ളൂ. ഈ സ്റ്റോൺ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കാം. ഇതിലേറ്റിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും പോയി ഈ ഒരു ബ്രേസ്ലെറ്റ് ചാർജ് ആകാൻ ഇത് മാത്രം മതി. പിന്നെ നമ്മുടെ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഭയങ്കര കാം മൈൻഡോട് കൂടി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലേറ്റ് ആണ് കേട്ടോ, സെലനൈറ്റ് പ്ലേറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ റീചാർജ് ചെയ്യാൻ, ചാർജ് കൂട്ടാൻ, അല്ലെങ്കിൽ വീണ്ടും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മളിപ്പോൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇത് 4 എണ്ണമാണ് ഒരു കോമ്പോയിൽ വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഓഫറാണ് മണി മാഗ്നറ്റ്. വെൽത്ത് അട്രാക്ട് ചെയ്യാനും സക്സസ് അട്രാക്ട് ചെയ്യാനും ബിസിനസ് ഗ്രോത്തിനും കരിയർ ഗ്രോത്തിനും നമുക്ക് ഒരുപാട് ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടാനൊക്കെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന, മണി അട്രാക്ട് ചെയ്യുന്ന മണി ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറയാം. ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ചാർജ് ചെയ്യാനുള്ള സെലനൈറ്റ് പ്ലേറ്റും ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കരിങ്കാലി ബ്രേസ്ലെറ്റ്, പിന്നെ കരിങ്കാലിയുടെ ജപമാലയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ജപമാല. 108 ബീഡാണ്. നമുക്കിത് കഴുത്തിലിടാനും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ജപമാല, കരിങ്കാലി ജപമാല. ഒരുപാട് പേര് ചോദിക്കുന്നതാണിത്. ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റിനാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 4 പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് വളരെ നല്ലൊരു ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്തോളൂ, വേഗം ബുക്ക് ചെയ്യാം. പിന്നെ അടുത്തത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഓറ ഹെമിറ്റേറ്റഡ് ബ്രേസ്ലെറ്റ്. നമ്മളുണ്ടല്ലോ, നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അത് മുന്നോട്ട് ചെയ്യും, അത് നമ്മൾ നടത്തിയെടുക്കും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നുമല്ല. നമ്മൾ തന്നെയാണ് ഒന്ന് ഡൗൺ ആയി താഴേക്ക് പോകുന്നത്. പക്ഷെ നമ്മളതൊന്നും വേണ്ട. നമ്മൾ സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിലുണ്ടല്ലോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. അത് നമ്മുടെ ഓറ നല്ല കറക്റ്റായിട്ടിരിക്കണം. നമ്മുടെ ഓറ, നമുക്ക് വല്ല ദൃഷ്ടിദോഷങ്ങളോ കണ്ണേറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓറ സ്ട്രോങ് ആയിരിക്കില്ല. അതിങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ബ്ലേഡ് ആയിട്ടിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ഓറോ ഹെമിറ്റേറ്റഡ് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓറ നല്ല സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റും. നമ്മുടെ ഓറ സ്ട്രോങ് ആണെങ്കിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനും തടസ്സങ്ങളൊക്കെ മാറാനൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കരിങ്കാലി ഇല്ലാത്തൊരു പരിപാടിയില്ല. കാരണം കരിങ്കാലിക്ക് അത്രമാത്രം എനർജിയാണുള്ളത്, പോസിറ്റിവിറ്റിയാണുള്ളത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഗുരുമന്ത്രം ഇത് കൊടുക്കണ്ടേ, ഉറപ്പായിട്ടും ഇത് കൊടുക്കണ്ടല്ലേ. അതുകൊണ്ട് ഇത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഇത് സെലനൈറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ, വൈറ്റ് കളറ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രേസ്ലെറ്റ് ഒക്കെ നമ്മൾ ധരിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ ഒന്ന് എനർജറ്റിക് ആക്കാനോ നമ്മളിൽ ഒരു നെഗറ്റീവ്സോ ഏക്കാതിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സ്റ്റോൺസിനും എപ്പോഴും ഒരു ഹെൽത്തി ആക്കി വെക്കാൻ, ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കാനായിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്ത ഓഫർ ധൻയോഗ് കോണാട്ടോ. നിങ്ങൾക്കിത് ധരിക്കാനായിട്ട്, നമുക്ക് ഈ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടല്ലോ ധരിക്കാനായിട്ട് ചിലർക്കൊക്കെ ഒരു മടി ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നിങ്ങളുടെ പേരിൽ എനർജൈസ് ചെയ്ത് തരാം. നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി. വീട്ടിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവർക്കും അത് ഉപകാരമാണ്. എല്ലാവരുടെ പേരിൽ നമുക്കിത് എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു പോസിറ്റിവിറ്റി കിട്ടും. നിങ്ങൾ പലതരത്തിലുള്ള വർക്ക് ചെയ്യുന്നവരായിരിക്കും, പഠിക്കുന്നവരായിരിക്കും, വീട്ടിലിരിക്കുന്നവരായിരിക്കാം, ഹൗസ് വൈഫൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടിലിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. എങ്കിലും നിങ്ങൾക്കൊക്കെ ഒരു എനർജി ആയിട്ടിരിക്കാം. ഒരുപാട് വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു വരാനും നിങ്ങളുടെ ജോലിയിൽ വരുമാന മാർഗ്ഗം കൂട്ടാനും മണി ബ്ലോക്ക്
ബ്ലോക്കേജൊക്കെ മാറ്റി നെഗറ്റീവ്സ് എല്ലാം മാറ്റി പോസിറ്റീവ് എനർജി കൊണ്ടുവന്നത് നമ്മുടെ മണിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങളൊക്കെ പൈസ വരാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മളെ മൊത്തത്തിൽ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ കോണ് സഹായിക്കും. അതിന് വേണ്ടിയുള്ള സ്റ്റോൺസ് ആണ് ഈ ഒരു കോണിലുള്ളത്. കൺദൃഷ്ടിയൊക്കെ മാറ്റി വീട്ടിലുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോൺ വാങ്ങി വീട്ടിൽ വെക്കുക. ഇത് എനർജൈസ് ചെയ്തിട്ട് നിങ്ങളുടെ പേരോ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞ് എനർജൈസ് ചെയ്തിട്ടാണ് നമ്മളിത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. വളരെ നിസ്സാര പ്രൈസിനാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വിഷുക്കാലത്ത് നിങ്ങൾക്കായി കൊടുക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു വിഷുക്കാലത്ത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഓർഡർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വിഷുക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകാൻ മറക്കരുത്. സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു വർഷം നിങ്ങളെ തേടിയെത്തട്ടെ. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പേജിൽ DM ചെയ്താലും മതി. 5 ഓഫറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളി ഓഫറാണ്. വളരെ നിസ്സാര പ്രൈസിനാണ് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത്. പടക്കം പൊട്ടിക്കലും കമ്പത്തിരികൾ എത്തിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇതുപോലുള്ള നല്ല നല്ല സമ്മാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവട്ടെ. നമ്മൾ സ്നേഹിക്കുന്നവർക്കൊക്കെ നല്ലത് വരാനാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കായിട്ട് ഈ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കുക. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അവരുടെ ലൈഫിൽ ഭാഗ്യവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പേജിൽ DM ചെയ്താലും മതി. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എജു നാവിഗേറ്റർ എൻ്റെ എഡ്യൂക്കേഷൻ ബിസിനസ്സാണ്. അഡ്മിഷൻസ് ഈ മാർച്ച് മുതൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ ആയിരിക്കും അഡ്മിഷൻസ് ഉള്ള. ആ ഒരു ടൈമിലായിരിക്കും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുക. ഇതെൻ്റെ സ്വന്തം സ്ഥാപനമാണ്, എൻ്റെ സ്വന്തം ചാനലാണ് ഇടുന്നത്. പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ ചാനലിലും. അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. ദയവായി അതൊന്ന് മനസ്സിലാക്കുക. എന്തായാലും 2-3 മാസത്തേക്ക് എജു നാവിഗേറ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇടും. ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നൊക്കെ അറിയാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അവർക്കൊരു കൈത്താങ്ങ്. അതിന് വേണ്ടിയിട്ട് അവരിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഇത് +2 കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ അവർ വിഷമിച്ചിരിക്കുന്നവരുണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും. അത്രമാത്രം കോഴ്സുകളാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ സ്ട്രീമിൽ നിന്ന് വന്നവർക്ക്, അതായത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അപ്പോൾ ഇതിൽ അവർക്കൊക്കെ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ പാരൻസിന് ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എജു നാവിഗേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനം അതിനൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണ്. ഇന്ന സ്ട്രീമിൽ നിന്ന് വന്നവർക്ക് ഇന്ന കോഴ്സുകൾ പഠിച്ചാൽ ഇന്ന ജോബ് കിട്ടും, നമുക്ക് ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുകയാണ്. അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ സാധാരണ +2 കഴിയുമ്പോൾ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും കോളേജിൽ പോയിട്ട് പഠിക്കും, അങ്ങനെയാണല്ലോ. പക്ഷേ കേരളത്തിന് പുറത്ത് പോയി പഠിക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാകും. ഫീസൊക്കെ കുറവായിരിക്കും, കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് കുറവായിരിക്കും. അതുകൊണ്ടാണല്ലോ കേരളത്തിൻ്റെ പുറത്ത് പോയി ഒരുപാട് പേര് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്, താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു കൈത്താങ്ങ് അവർക്ക് വേണം, ഒരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ടാണ് എജു നാവിഗേറ്റർ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ വീഡിയോയിൽ അതിൻ്റെ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലീഗൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന തുക 1 രൂപ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, അത് ഞാൻ ഗ്യാരണ്ടി. ഏത് കോഴ്സാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആ കോഴ്സാണ് നിങ്ങൾ പറഞ്ഞ കോളേജിൽ അഡ്മിഷൻ എടുത്ത് തരും. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.